പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കുറച്ച് ദൈർഘ്യമുള്ള ഒരു വിഷയമാണ്. ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങൾ 100% എനിക്ക് ബോധ്യമുണ്ടെങ്കിലും അത് നിങ്ങൾക്കത് തെറ്റെന്ന് തോന്നുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അത്രമാത്രം ചില പ്രശ്നങ്ങൾ, ചില സംശയങ്ങൾ, ഇടർച്ചകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു വിഷയമാണ്. കാരണം ഞാൻ എൻ്റെ ശുശ്രൂഷ മേഖലകൾ 28 വർഷത്തോളം ഞാൻ ശുശ്രൂഷ മേഖലയായിരുന്നെങ്കിലും വചനത്തിന് യോജിച്ച വിധത്തിൽ, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി, സഭയിൽ നിന്ന് കേട്ടിട്ടുള്ളതും കാണുന്നതുമായ കാര്യങ്ങൾ അതേപടി പങ്കുവയ്ക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന വിഷയം കുറച്ച് വ്യത്യസ്തമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, മറിയത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ആ അമ്മയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ എൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ചില സംശയങ്ങൾ അല്ലെങ്കിൽ ചില ബോധ്യങ്ങൾ കിട്ടിയതിൻ്റെ ഫലമായി ഞാൻ വചനത്തിൽ തപ്പുകയും മറിയത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മറിയത്തിൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിലൂടെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് തന്നെയല്ല, ദൈവവചനത്തെക്കുറിച്ച് ഒരു ബോധ്യം എനിക്ക് കിട്ടി. പുതിയ അറിവുകൾ എന്ന് വേണേൽ പറയാം. പുതിയ അറിവുകളല്ലായിരിക്കാം, പക്ഷെ എനിക്ക് അതൊരു പുതിയ അറിവായിട്ടാണ് എനിക്ക് തോന്നുക. അത് സഭാവിരുദ്ധമൊന്നുമല്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമല്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനത് ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്, ഇതിൻ്റെ അകത്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം. ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ വൈദികരുണ്ടാകാം, അൽമേരുണ്ടാകാം, സഭയിലെ പണ്ഡിതന്മാരുണ്ടായിരിക്കാൻ. ഞാൻ അധികം തിയോളജിയോ ഫിലോസഫിയോ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതനോ ഒന്നും അല്ല. ഞാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനായതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ എനിക്ക് ദൈവം തന്ന ചില ബോധ്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുക. ആ ബോധ്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് തിരുത്തി തരികയും ചെയ്യാം. കാരണം ഞാൻ 100% ശരിയെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുക. ഇത് ചിലപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ തീർന്നു വരാൻ സാധ്യതയുമില്ല. കാരണം ഞാൻ സാധാരണ അരമണിക്കൂർ, 3/4 മണിക്കൂറാണ് ഒരു ടോക്ക് ഇടുന്നത്. കാരണം അത്രയും ദൈർഘ്യം വന്നു കഴിഞ്ഞാൽ അത് പലർക്കും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 3/4 മണിക്കൂർ, അതിൽ കൂടുതൽ പോകാറില്ല. പക്ഷെ ഞാൻ ഇന്നത്തെ ഈ ധ്യാന വിഷയം ഒരു ദിവസം കൊണ്ട് തീരുമോ എന്ന് തന്നെ എനിക്കൊരു സംശയം. അതുകൊണ്ട് തീരുകയാണെങ്കിൽ തീരട്ടെ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ഒരു എപ്പിസോഡായിട്ട്, ഒരു ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളതാണെങ്കിലും അതിലും മുകളിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി വചനത്തിലൂടെ ഞാൻ പരിധി നോക്കി. അതുപോലെ ചില ചരിത്രങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ ഒക്കെ പരിശോധിച്ചപ്പോൾ അത് എനിക്ക് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടും പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങൾ തന്നതിൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ മറിയം എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, ചില വ്യക്തികൾ പറയാറുണ്ട്, മറിയം ഈശോയുടെ അമ്മ മാത്രമാണ്, പരിശുദ്ധയല്ല. പരിശുദ്ധ അല്ലെങ്കിൽ എന്നുള്ള ആ വാക്ക് ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ദൈവം മാത്രമാണ് പരിശുദ്ധൻ. അപ്പോൾ ഒരു സ്ത്രീയായ, ഈശോയുടെ അമ്മയായ മറിയത്തെ പരിശുദ്ധ എന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് പല വ്യക്തികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് 5 മേഖലകളാണ് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. 5 മേഖലകൾ. അതിലെ ഒന്നാമത്തെ മേഖല, പരമ പരിശുദ്ധനായ ദൈവം. ദൈവത്തെ പരമ പരിശുദ്ധനായി, അതായത് പരിശുദ്ധിയല്ല, പരിശുദ്ധിയെക്കാളും ഉയരങ്ങളിൽ പരമ പരിശുദ്ധനാണ് ദൈവം എന്നുള്ള ബോധ്യം. അതായത് ത്രിത്വം ദൈവമാണ്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പിതാവായ ദൈവത്തെ പരമ പരിശുദ്ധൻ എന്നാണ് പലപ്പോഴും ബൈബിളിൽ നമ്മൾ കാണുക. പരമപരിശുദ്ധൻ എന്നുള്ള വാക്ക് കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന ഉള്ള ആ വചനം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള തിരുവചനങ്ങള്, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധൻ ദൈവപുത്രൻ. ഈ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ
ദൈവപുത്രനായ യേശു പരിശുദ്ധനാണ്. എന്നാൽ ആ ദൈവത്തെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ആ ദൈവത്തെയാണ് പരമ പരിശുദ്ധനായിട്ട് പലപ്പോഴും ബൈബിളിലുടനീളം കാണാൻ സാധിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു. അവിടെ നമ്മൾ കാണുക, ഒരു പിശാച് ബാധനെയാണ് ഈശോയെ പരിചയപ്പെടുന്നത്. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? അതിനുശേഷം ആ പിശാച് ബാധൻ ഈശോയോട് പറയുകയാണ്, നീ ആരാണെന്ന് എനിക്ക് അറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ദൈവത്തിന്റെ പരിശുദ്ധൻ. അവിടെ രണ്ട് വ്യക്തിത്വത്തെ കാണുക. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ട് രണ്ട് പേരെടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ എന്ന് പറയുന്നത് ദൈവം, അത്യുന്നതനായ ദൈവം. പരിശുദ്ധൻ എന്ന്, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുക. അപ്പൊ ഈശോയെ നോക്കിക്കൊണ്ടാണ് പിശാച് തന്നെ പറയുന്നത്, നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. അവിടെയും ദൈവത്തിന്റെ പരിശുദ്ധനെ കുറിച്ചാണ്. അപ്പോൾ ദൈവം അവിടെയുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധനുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധനാണ് യേശു ക്രിസ്തു. വീണ്ടും ഇതാ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വീണ്ടും വരാം. 4-ാം അധ്യായം 34-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ തിരുവചനം ഇതുപോലെ തന്നെ ആവർത്തിച്ച് പറയുന്നു. നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? പിശാച് ബാധിതം പറയുന്ന, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. ദൈവത്തിന്റെ പരിശുദ്ധൻ, ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധനായ ക്രിസ്തുവാണ് നീ എന്നുള്ള പിശാച് അവിടെ ഏറ്റു പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 69-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. ഇതാ നോക്കിയേ, പത്രോസ്ലീഹ വളരെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടത്തുകയാണ്. നീ ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധനായ ക്രിസ്തുവാണെന്ന് ഞങ്ങൾ അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുക. ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയ അനേകം പേരുണ്ട്. ഈശോ കുർബാനയെ കുറിച്ച് പറയും, വിട്ടുപോയ അനേകം പേരുണ്ട്. ഇന്നും ക്രിസ്തുവിന് ശേഷം സഭയിൽ നിന്ന് വിട്ടുപോയ അനേകം വ്യക്തികളുണ്ട്. പെന്തക്കോസ്ത് സമൂഹങ്ങളുണ്ട്. അതുപോലെ മാർപ്പാപ്പയുടെ കീഴിൽ നിന്ന് ഞങ്ങൾക്ക് ഇതൊന്നും സാധിക്കില്ല, ഈ സഭ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയ 1100-ലൊക്കെ കടന്നുപോയ പെന്തക്കോസ്ത് സമൂഹമുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരൊന്നും ആ പത്രോസ് ആകുന്ന പാറമേൽ പടുത സഭ, ക്രിസ്തു സ്ഥാപിച്ച ഈ പാറ, ആ പാറയിൽ പടുതുയർത്തിയ ആ സഭയിൽ നിന്ന് വിട്ടുപോയ ഒരു മനുഷ്യനും രക്ഷ കിട്ടുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അത് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിന്റെ ആമുഖം മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 69-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. അവിടെയും ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നുള്ള വാക്ക്. അപ്പൊ നമ്മള് ദിവികാരുണ്യ ഈശോ ആരാധിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന്. അപ്പൊ ഇവിടെ ഒന്ന് ദൈവത്തിന്റെ പുത്രനായ യേശു, അവൻ പരിശുദ്ധൻ. അപ്പൊ ഈശോ പരിശുദ്ധനാണെങ്കിൽ ദൈവം ആരായിരിക്കും? ഈശോയുടെ പിതാവ് എന്ന് പറയുന്ന ദൈവം ആരായിരിക്കും? ത്രിത്വം എന്ന് പറഞ്ഞ ഏകത്വത്തില് അത് പരമ പരിശുദ്ധം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു ആണെങ്കിൽ ആ ദൈവത്തെ പരമ പരിശുദ്ധൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന്, ഈ ത്രിത്വം ഒരുമിച്ച് ചേരുന്ന ദിവികാരുണ്യ ഈശോ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേരുന്ന ഈ അപ്പമാണ്. അത് കഴിച്ചാൽ നിത്യജീവൻ ഉണ്ടാവും. യേശുവിന്റെ ശരീരം, ആ യേശുവിന്റെ ശരീരത്തില് പിതാവിന്റെ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. അതാണ് പരിശുദ്ധ പരമ ദിവികാരുണ്യം. അപ്പോൾ രണ്ട് മേഖലകൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന് പരിശുദ്ധ പരമം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം. രണ്ട് പരിശുദ്ധൻ, അത് ക്രിസ്തു, ഈ ഭൂമിയിൽ ജനിച്ച യേശുവിനെ പരിശുദ്ധൻ എന്നാണ് വിശേഷിപ്പിക്കുക. ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ, ത്രിത്വത്തോട് ചേർന്നിരിക്കുമ്പോൾ അത് പരിശുദ്ധ പരമമാകും, സ്വർഗത്തിലായിരിക്കുന്ന അവസ്ഥയിൽ. എന്നാൽ ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ പറയുന്നുണ്ട്, പിശാച് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന്. അപ്പൊ രണ്ട് മേഖലകൾ കണ്ടു. ഇനി മൂന്നാമത്തെ മേഖലയാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും, അല്ലെങ്കിൽ വിശുദ്ധനും അതിവിശുദ്ധനും എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ നോക്കുമ്പോൾ പരമ പരിശുദ്ധനും എന്ന് പറയുന്ന പോലെ വിശുദ്ധനും അതിവിശുദ്ധനും, അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും,
അതിനെക്കുറിച്ച് ബൈബിളിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ബൈബിളിൽ കണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇതൊരു ആമുഖമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാവും. നമ്മൾ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. വിശുദ്ധം എന്ന് പറയുമ്പോൾ ഹെബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാ വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായി. ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാ വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായി. അവിടെ ഒരു വിശുദ്ധ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ദീപപീഠവും തിരി കത്തിച്ച് വെക്കുന്ന മേശ അല്ലെങ്കിൽ കാഴ്ചയപ്പങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ദേവാലയത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പഴയ നിയമത്തിൽ തൊട്ടുള്ള ദേവാലയത്തെ കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ പുതിയ ഉടമ്പടിയിലെ ദേവാലയത്തെ കുറിച്ചും കൂടെ കൂട്ടി അവിടെ പറയുന്നത്. തിരി കത്തിച്ച് വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ മേശ ഒരുക്കിയിരിക്കുന്നു, കാഴ്ചയപ്പം വെക്കുന്നു. ഈ ഒരു സ്ഥലത്തെ വിശുദ്ധ സ്ഥലമായിട്ടാണ് അവിടെ കാണുക. അതായത് പുറത്തുള്ള കൂടാരത്തെ വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. 2-ാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. അപ്പൊ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ സ്ഥലം, 2 അതിവിശുദ്ധ സ്ഥലം. അതാണ് നമ്മൾ ദേവാലയത്തിന്റെ അൾത്താര, അതിവിശുദ്ധമായ സ്ഥലം. എന്നാൽ അൾത്താരയുടെ താഴെയുള്ള ബേമെ, താഴെ നിൽക്കുന്ന അത് ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളെ കുർബാനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന കാര്യമാണ്. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന വചനം വായിക്കുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ ആമുഖ ശുശ്രൂഷകൾ നടത്തുന്ന വിശുദ്ധ സ്ഥലമായിട്ട് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. 2-ാമത്തെ വിരിക്ക് ഉള്ളിലുള്ള വിശുദ്ധ പരിശുദ്ധ പരമം വസിക്കുന്ന സ്ഥലം അത് അതിവിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധ സ്ഥലവുമുണ്ട്, അതിവിശുദ്ധ സ്ഥലവുമുണ്ട്. അപ്പൊ നമ്മൾ 4 മേഖലകൾ പഠിച്ചു. ഇനി അടുത്ത 5-ാമത്തെ ഭാഗമാണ് അശുദ്ധ സ്ഥലം. അശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അത് ലോകത്തിലാണ്. ലോകത്തിൽ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് സാത്താന്റെ മേഖലയാണ് അശുദ്ധമായ സ്ഥലങ്ങള്. അതൊരിക്കലും സ്വർഗത്തിലേക്ക് കയറാൻ അതിന് സാധിക്കില്ല. അശുദ്ധ സ്ഥലം നരകത്തിന് തുല്യമാണ്. നരകത്തിലേക്ക് പോകേണ്ടതാണ് അശുദ്ധ സ്ഥലം. അപ്പൊ നമ്മൾ ഒരു 4 മേഖലകൾ ആമുഖമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു. 1 പരമ പരിശുദ്ധൻ പിതാവായ ദൈവം, 2 പരിശുദ്ധൻ ഭൂമിയിൽ മനുഷ്യ അവതാരം ചെയ്ത യേശു ക്രിസ്തു പരിശുദ്ധനായ ദൈവം, 3 അതിവിശുദ്ധ സ്ഥലം ദേവാലയത്തിന്റെ അൾത്താര, സ്വർഗത്തെ പ്രതിനിധീകരിക്കുന്ന ചില അതിവിശുദ്ധ സ്ഥലങ്ങളുണ്ട് ദേവാലയത്തിന്റെ. 4 വിശുദ്ധ സ്ഥലം, 5 അശുദ്ധ സ്ഥലം, അതായത് പിശാചിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട സ്ഥലങ്ങൾ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ മുമ്പോട്ടുള്ള ചില കാര്യങ്ങൾ, തിരുവചന ഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളോ തിരുത്തലുകളോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ശരിയായിരിക്കണമെന്നില്ല. ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മയുടെ സെപ്റ്റംബർ 8 മാതാവിന്റെ ജന്മതിരുനാൾ ആഘോഷിക്കുക. അപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പലരും പറയും പെന്തക്കോസ്ത് സമൂഹക്കാരെല്ലാം അമ്മേനെ അംഗീകരിക്കുന്നത്. നേരത്തെയൊക്കെ മൊട്ടത്തൊണ്ടായിട്ട് അവര് അമ്മയെ കണ്ടുകൊണ്ടിരുന്ന, എന്നാൽ ഇപ്പോഴവർ കുറച്ചുകൂടെ മയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? യേശുവിന്റെ അമ്മയാണ്, ഒരു നല്ല സ്ത്രീയാണ് അവൾ. അപ്പൊ ഞാൻ ഇന്നാൾ ഒരു വ്യക്തി എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, മറിയം പരിശുദ്ധയല്ല. പരിശുദ്ധ എന്നുള്ള വാക്ക് ദൈവത്തിന് മാത്രമേ, പരിശുദ്ധൻ ദൈവം മാത്രമേ ഉള്ളൂ, പരിശുദ്ധനായവൻ ദൈവം മാത്രമുള്ളൂ. അതുകൊണ്ട് മറിയം പരിശുദ്ധ എന്ന് വിളിക്കുമ്പോൾ അത് വിഗ്രഹാരാധന നിങ്ങൾ ചെയ്യുന്നത് എന്ന് ആ വ്യക്തി പറഞ്ഞു. അപ്പൊ ഞാൻ സഭ പഠിപ്പിക്കുന്നത് പരിശുദ്ധിയാണ് മറിയം എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് മറിയം പരിശുദ്ധിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരിക്കലും എനിക്ക് അതിനെക്കുറിച്ചൊരു വിവർത്തനം എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിച്ചു. എന്തുകൊണ്ടാണ് മറിയം പരിശുദ്ധിയാകുന്നത്? അനേകം വ്യക്തികൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇത് വിഗ്രഹാരാധനയാണ്, അല്ലെങ്കിൽ അമ്മ ഈശോയുടെ അമ്മയെന്ന് മാത്രമേ ഉള്ളൂ, നല്ലൊരു സ്ത്രീയാണ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അതിൽപ്പെട്ട് ഈ സഭയിൽ നിന്നും, യഥാർത്ഥ ക്രിസ്തുവിന്റെ സഭയിൽ നിന്നും വിട്ടു പോയി നരകത്തിന് അർഹരായിത്തീരുന്ന വ്യക്തികളുണ്ട്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ എനിക്കൊരു അവസരം നൽകണമേ. അപ്പൊ അങ്ങനെ മാതാവിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈ മാതാവ് ആരാണ്, മറിയം ആരാണ് എന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നു. മറിയത്തിന്റെ ജനനം എങ്ങനെയാണ്? മറിയത്തിന്റെ ജനനത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മറിയത്തിന്റെ മാതാപിതാക്കള്
ജവാക്കിം, അന്ന, ഈ 2 വ്യക്തികളാണ് മറിയത്തിന്റെ അപ്പനും അമ്മയും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, മറിയം പരിശുദ്ധിയാണെങ്കിൽ ഈ മറിയത്തിന്റെ മാതാപിതാക്കള് പരിശുദ്ധരായിരിക്കണ്ടേ? ഇല്ലെങ്കിൽ പരിശുദ്ധിയിൽ നിന്നേ ഒരു പരിശുദ്ധി ജനിക്കുകയുള്ളൂ? എങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശുദ്ധം, പരിശുദ്ധം, നമ്മളെല്ലാം കർത്താവ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം തിരുവചനം പറയുന്നുണ്ട്. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നമ്മളെല്ലാവരും വിശുദ്ധരായി മാറണം. അതാണ് സഭയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ അനേകം വ്യക്തികൾ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന മാതൃക സഭ നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് നമ്മളെല്ലാവരും വിശുദ്ധരായി തീരണമെന്നാണ് സഭയിൽ നമ്മളെ പഠിപ്പിക്കുക, അല്ലെ വചനം നമ്മളെ പഠിപ്പിക്കുക, ദൈവം ആഗ്രഹിക്കുക. അപ്പൊ നമുക്കെല്ലാവർക്കും വിശുദ്ധരാകണം. ഈ വിശുദ്ധരായാൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മനുഷ്യന്റെ ഒരു 3 തലങ്ങളാണ് അശുദ്ധി, വിശുദ്ധി, പരിശുദ്ധി. മനുഷ്യൻ 3 മേഖലകൾ കൂടി കടന്നു പോകേണ്ട സാധാരണ ഒരു മനുഷ്യൻ 3 മേഖലകളെ അഭിമുഖീകരിക്കേണ്ടി വരും. ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് അശുദ്ധി. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ജന്മപാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ജനിക്കുമ്പോൾ ജന്മപാപം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത്. എന്തുകൊണ്ടാണ് ജന്മപാപത്തോടു കൂടി ഒരു മനുഷ്യൻ ജനിക്കുന്നു എന്ന് പറയുന്നത്? ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളില് പാപത്തിന്റെ മേഖലകളുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിന് ആ മനുഷ്യന്റെ രക്തവും മാംസത്തിൽ നിന്നാണ് ഈ കുഞ്ഞ് ഭക്ഷിക്കുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം പ്രാപിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ആ കുഞ്ഞ് ഭക്ഷിക്കുന്നത്. ഇല്ല, അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള പോഷകാഹാരങ്ങളാണ് ആ കുഞ്ഞ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. ഒരു അപ്പന്റെ ഭ്രൂണത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന കുഞ്ഞ്, ആ അപ്പന്റെ സ്വഭാവ വൈകല്യങ്ങൾ, അതുകൊണ്ടാണ് ആന്തരിക സൗഖ്യ ധ്യാനങ്ങളൊക്കെ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നടത്തുന്നത്. അപ്പൊ അപ്പന്റെ സ്വഭാവ വൈകല്യങ്ങൾ, തിന്മകളെല്ലാം ഈ കുഞ്ഞിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. പല തിന്മകളും കടന്നു വരാൻ സാധ്യത. അപ്പൊ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അത് പാപ അവസ്ഥയിലാണ്, അത് ഉദരത്തിൽ തന്നെ പിറക്കുന്നത്. അപ്പന്റെ, അമ്മയുടെ, ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ചിന്തകളിലൂടെ, ഇല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ ചിന്ത, ലൈംഗിക ചിന്തയിലൂടെ, അല്ലെങ്കിൽ ഒരു ആസക്തിയിലൂടെ ജനിക്കുന്ന കുഞ്ഞാണ് ഈ ജന്മ പാപത്തിലൂടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ആ കുഞ്ഞ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമല്ല, മറിച്ച് അവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ചില പാപത്തിന്റെ മേഖലകൾ, അവരുടെ ചിന്തകൾ പാപത്തിന്റെ ആണെങ്കിൽ അവർ ആ പാപത്തോടെയുള്ള ചിന്തയോടുകൂടിയാണ് ആ കുഞ്ഞിനെ ഉദരത്തിൽ ജന്മം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിലേക്കും ആ പാപത്തിന്റെ കണികൾ വരും. അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവൻ പാപിയായിട്ട് ജനിക്കുന്നു. അതിനുശേഷം ജനിച്ചതിന് ശേഷമാണ്, ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷമാണ് കർത്താവ് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ പാപത്തിൽ ജനിച്ച് അവൻ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടണം? അവൻ ഭൂമിയിലെ സഹനങ്ങളിൽ, കർത്താവ് നമുക്ക് തരുന്ന സഹനങ്ങളിൽ, അതാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ സ്ഥലമായിട്ട് ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലം തന്നെയാണ്. ഈ ഭൂമിയിൽ ശുദ്ധീകരണം നടക്കാത്ത വ്യക്തികൾക്ക്, ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ശുദ്ധീകരണം പൂർത്തിയാകാത്ത വ്യക്തികൾക്ക് സഭ പഠിപ്പിക്കുന്നത് പോലെ ശുദ്ധീകരണ സ്ഥലം, മറ്റൊരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. അത് പാപികൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ ഭൂമിയിൽ ശുദ്ധീകരണം പൂർത്തിയാക്കാൻ സാധിക്കാത്ത പല കാരണങ്ങൾ കൊണ്ട്, ഒന്നെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ വന്ന ചില തെറ്റുകൾ, ഇല്ല നമ്മുടെ മാതാപിതാക്കളിലൂടെ കടന്നു വന്ന തെറ്റുകൾ നമ്മൾക്ക് കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ നമുക്ക് അറിയില്ല, നമ്മൾ ഓർക്കുന്നില്ല അങ്ങനെയുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ ഉള്ളിലുള്ള ചില പാപങ്ങൾ, ഞാൻ മനഃപൂർവ്വമല്ലാതെ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള പാപത്തിന്റെ മേഖലകള് വിശുദ്ധീകരിക്കാനാണ് അത് ശുദ്ധീകരണ സ്ഥലം. അപ്പൊ എൻ്റെ മനസ്സോടുകൂടി, ഞാൻ അറിവോടുകൂടി ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഒരിക്കലും കുമ്പസാരത്തിലൂടെ ഏറ്റു പറയാതെ അതിന് മോചനമില്ല. എന്നാൽ എൻ്റെ മനസ്സറിവില്ലാതെ, എൻ്റെ ഓർമ്മയിലില്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾ തീർച്ചയായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ദൈവം അത് എന്നെ വിശുദ്ധീകരിക്കും. അപ്പൊ ഞാൻ ജനിക്കുമ്പോൾ ഞാൻ പാപത്തോടെ ജനിക്കുന്നു, പിന്നീട് ഞാൻ വിശുദ്ധനാകണം. അതാണ് ഭൂമിയിൽ ജനിച്ച അനേകം പേര് വിശുദ്ധരായി സഭ പ്രഖ്യാപിക്കുന്നത്. അവരെല്ലാം ഭൂമിയിൽ ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി വെറുതെ സഹിച്ചവരല്ല, ദൈവത്തിന് വേണ്ടി സഹിച്ചവര്, അവർ വിശുദ്ധരായി മാറിയെങ്കിൽ, ആ വിശുദ്ധിയില് ദൈവം അവരെ വിളിച്ചെങ്കിൽ, ആ വിശുദ്ധി അവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധരാണെങ്കിൽ പോലും അവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്ന് അവരിതാ പരിശുദ്ധിയിലേക്ക്, ഈശോ പറയുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ.
അപ്പൊ നമ്മളെയും പരിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തില് സ്വർഗത്തിന്റെ അവസ്ഥയാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, അശുദ്ധി എന്ന് പറയുന്നത് നരകത്തിന്റെ അവസ്ഥയാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള അവസ്ഥയാണ്. എന്നാൽ മൂന്നാമത്തെ അവസ്ഥ പരിശുദ്ധി എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ അവസ്ഥയാണ്. സ്വർഗത്തിലായിരിക്കുന്നതെല്ലാം പരിശുദ്ധമാണ്. ഭൂമിയിലായിരിക്കുന്നതെല്ലാം വിശുദ്ധവുമല്ല അശുദ്ധവുമല്ല, അവിടെ എല്ലാം മിക്സ് ചെയ്ത് വരും. ഈ ഭൂമിയിലുള്ളത് അശുദ്ധിയുമുണ്ട് വിശുദ്ധവുമുണ്ട്. അതാ നമ്മൾ കണ്ട അശുദ്ധമായ പല ഭക്ഷണ സാധനങ്ങളെ കുറിച്ചും ഇല്ലെ അശുദ്ധമായ ചില പ്രവൃത്തികൾ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ അത് അശുദ്ധമായിട്ട് വരുന്നു. ആ മനുഷ്യൻ അശുദ്ധനായി തീരുന്നു. ഈശോ പറയുന്നുണ്ട്, ഉള്ളിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകള്, അവന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം അവനെ അശുദ്ധനാക്കുന്നു. ആ അശുദ്ധനാക്കുന്നതിലൂടെ അവൻ നരകത്തിന് അർഹനായി തീരുന്നു. എന്നാൽ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ വചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. ആ ഈശോ പറയുന്ന വചനമാണ് നമ്മളെ വിശുദ്ധീകരിക്കുക. ആ വചനം അനുസരിച്ച് ജീവിക്കുകയും കർത്താവിന്റെ ആ കൃപ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ അവർ വിശുദ്ധരായിട്ട് തീരും. അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവിന്റെ കരുണയുടെ വാതിലിലൂടെ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും മാത്രമേ ഒരു വ്യക്തിക്ക്, ഭൂമിയിലുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ യേശുവിന്റെ വിശുദ്ധി, ആ പരിശുദ്ധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കുള്ളൂ. ആദ്യം അവൻ വിശുദ്ധനാകണം, അതിനുശേഷം അവൻ പരിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കണം. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം, സ്വർഗത്തിലുള്ളതെല്ലാം പരിശുദ്ധമാണ്. ഭൂമിയിൽ വിശുദ്ധവുമുണ്ട് അശുദ്ധവുമുണ്ട്. നമ്മൾ മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിലുള്ളവരാണല്ലോ മാലാഖമാര്. മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്. ചില വിശുദ്ധ മിഖായേല്, വിശുദ്ധ റഫായേൽ എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തില് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധ മിഖായേൽ അല്ല, പരിശുദ്ധ മിഖായേൽ തന്നെയാണ്. കാരണം അതിന് വ്യക്തമായിട്ടുള്ള വചനമുണ്ട്. ബൈബിൾ നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തില് മാലാഖമാരെ കുറിച്ച് പറയുന്ന അനേക ഭാഗങ്ങളുണ്ട്. ബൈബിളിലുടനീളം അനേക ഭാഗങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് 2-3 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ദാനിയേലിന്റെ പുസ്തകം നമുക്ക് എടുക്കാം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദാനിയേൽ പ്രവാചകന് ഉണ്ടായ ഒരു ദർശനമാണ്. അതിൽ പറയുകയാണ്, കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പരിശുദ്ധൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അല്ല സൂചിപ്പിക്കുക, ദൈവത്തെ അല്ല സൂചിപ്പിക്കുക, ദൈവത്തിന്റെ ദൂതൻ. അതാണ് ഇവിടെ പറയുന്നത്. ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. വീണ്ടും പറയും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 4:23 വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. 23 അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, 7 സംവത്സരം കഴിയും വരെ അവന്റെ ഭാഗധേയം വന്യമൃഗങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്നിങ്ങനെ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ. അപ്പോൾ ദൂതൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ദൂതൻ, അവൻ പരിശുദ്ധനാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് വരുന്നവരെല്ലാവരും പരിശുദ്ധരാണ്. സ്വർഗത്തിലെ ദൂതന്മാരെ പരിശുദ്ധരെന്നാണ് തിരുവചനം വിശേഷിപ്പിക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോ മാലാഖമാരെ വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അവരും പരിശുദ്ധരാണ്. സ്വർഗത്തിലുള്ളതെല്ലാം പരിശുദ്ധരാ. എന്നാൽ ആ സ്വർഗത്തിലുള്ള പരിശുദ്ധിയിൽ ജീവിക്കുന്നവര്, പരിശുദ്ധ സ്ഥലമുണ്ട്, പരിശുദ്ധരുണ്ട്, എന്നാൽ പരമപരിശുദ്ധനുണ്ട്, അതാണ് ദൈവം. പരമപരിശുദ്ധനുണ്ട്, അത് മാലാഖമാരല്ല, അത് ദൈവമാണ്. പരിശുദ്ധരിൽ പരിശുദ്ധൻ, അത് ദൈവം മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലുള്ളതെല്ലാം പരിശുദ്ധരും പരിശുദ്ധവുമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 8-ാമത്തെ അധ്യായത്തില്, ദാനിയേൽ പ്രവാചകന്റെ തന്നെ 8-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു, അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയും നാശം വിതയ്ക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽ കീഴിൽ ചവിട്ടി മെതിക്കുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും. അപ്പൊ അവിടെ 2 പരിശുദ്ധരെ കുറിച്ചാണ് കാണുന്നത്. 2 പരിശുദ്ധര് തന്നെയാണ്, സ്വർഗീയ ദൂതന്മാര് തന്നെയാണ്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ദൂതന്മാരെ, സ്വർഗത്തിലുള്ള ദൂതന്മാരെ എല്ലാം പരിശുദ്ധർ എന്നാണ് തിരുവചനം വിശേഷിപ്പിക്കുക. അങ്ങനെ പല സ്ഥലങ്ങളിലും പരിശുദ്ധൻ എന്ന വാക്ക് നമുക്ക് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൈവത്തിന്റെ ദൂതരെ കുറിച്ച് പറയുന്നത്, പരിശുദ്ധ ദൂതരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ധ്യാനിക്കുന്ന ഒരു വിഷയം ഇതാണ്, സ്വർഗത്തിലുള്ളതെല്ലാം പരിശുദ്ധരാണ്. മാലാഖമാര് പരിശുദ്ധരാണെങ്കിൽ ഈ മാലാഖമാരുടെ രാജ്ഞി ഈ മറിയം എന്തുകൊണ്ടാണ് പരിശുദ്ധ ആയത്? മറിയം ഭൂമിയിൽ ജനിച്ച, നമ്മളെപ്പോലെ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിയാണോ? അങ്ങനെ
ജന്മമെടുത്ത ഒരു വ്യക്തിയാണോ പരിശുദ്ധ മറിയം, ഇല്ലെങ്കിൽ യേശുവിന്റെ അമ്മയായ മറിയം? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള തിരുവചനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോൾ പിതാവായ ദൈവം സർപ്പത്തോട് പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പറയുന്നൊരു വചനഭാഗമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് ആദ്യ ഭാഗം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നമ്മുടെ ഭാഗം അതല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് നീ സ്ത്രീയും തമ്മിലും. അപ്പൊ സ്ത്രീ ഓൾറെഡി അവിടെ ഉണ്ട്. ആ സ്ത്രീ എന്ന് പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്ന. അപ്പൊ പിശാച് അന്നുണ്ട്. പിശാച് ഉണ്ടെങ്കിൽ സ്ത്രീയും അന്നുണ്ട്. ആ സ്ത്രീ എന്ന് പറയുന്ന പരിശുദ്ധ മറിയത്തെയാണ് സൂചിപ്പിക്കുക. അത് ഒരു മനുഷ്യ സ്ത്രീയായിട്ടല്ല അന്ന് മറിയം സ്വർഗത്തിലുണ്ടായിരുന്നത്. ഒരു മനുഷ്യ സ്ത്രീയായിട്ടല്ല അന്ന് പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നത്. യേശുവിനെ വഹിച്ചിരുന്ന ഒരു പെട്ടകമായിട്ട്. അതുകൊണ്ടാണ് സഭ പരിശുദ്ധ മറിയത്തെ വാഗ്ദാനത്തിന്റെ പെട്ടകമേ, യേശുവിനെ വഹിക്കുന്നവൾ, വചനത്തെ വഹിക്കുന്നവളായിരുന്നു പരിശുദ്ധ മറിയം. സ്വർഗത്തിൽ അമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് യേശുവിനെ വഹിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ വഹിക്കുക. പിതാവായ ദൈവത്തിന്റെ വചനമാണ് യേശു. യേശു മനുഷ്യരൂപം എടുക്കുന്നതിന് മുമ്പ് പിതാവിന്റെ ശബ്ദമാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് യേശു ക്രിസ്തു അന്ന് ആദിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വചനത്തെ വഹിച്ചുകൊണ്ടിരുന്നവളാണ് മറിയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ സ്വർഗീയ അവസ്ഥ. ഈ മറിയം എന്ന ആ സ്വർഗീയ അവസ്ഥയെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. നിന്നെ തകർക്കുവാന് ഈ വചനം വഹിക്കുന്ന പെട്ടകം നീയുമായിട്ട് ശത്രുത ഞാൻ ഉളവാക്കും. കാരണം വചനത്തിലൂടെ നിന്നെ ഞാൻ പാതാളത്തിലേക്ക് വിടും, വചനത്തിലൂടെ നിന്നെ ഞാൻ കൊന്നുകളെ. അതുകൊണ്ടാണ് അവളുടെ പുത്രൻ നിന്റെ തല തകർക്കും, വചനം നിന്റെ തല തകർക്കും. ദൈവത്തിന്റെ പുത്രനായി അവതരിക്കുന്നവൻ പിശാചിന്റെ തലയെ തകർക്കാനുള്ളവനാണ്. അതുകൊണ്ട് പരിശുദ്ധ മറിയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം സ്ത്രീയെ എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെ. അതിനുശേഷം മറിയത്തെ അല്ലെങ്കിൽ രക്ഷയുടെ ഈ സ്ത്രീയെ ഹവ്വായ്ക്കും ആദത്തിനും ഈ ഭൂമിയിലുള്ളവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. വരും ആര്? ക്രിസ്തു വരും, യേശു ക്രിസ്തു വരും. പ്രവാചകന്മാരിലൂടെ എല്ലാം അരുളി ചെയ്തിരുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു വരും. ഈ വചനം ഭൂമിയിൽ അവതരിക്കും. ഈ വചനം ഭൂമിയിൽ അവതരിക്കണമെങ്കിൽ എങ്ങനെ ഭൂമിയിൽ അവതരിക്കാൻ സാധിക്കും? ദൈവമായ പരിശുദ്ധനായവൻ, സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധനായവന് ഈ ഭൂമിയിൽ അശുദ്ധി നിറഞ്ഞ ഈ ഭൂമിയിൽ വന്ന് എങ്ങനെ പിറക്കാൻ സാധിക്കും? നമുക്കറിയാം, വിലപിടിപ്പുള്ള ഒരു വസ്തുക്കളും നമ്മൾ മോശമായ സ്ഥലത്ത് വെക്കാറില്ല. നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ നല്ല കഴുകി വെടുപ്പുള്ള പാത്രത്തിൽ നമ്മൾ വിളമ്പാറുള്ളൂ. അല്ലാതെ മോശമായ സ്ഥലത്ത് അത് വിളമ്പാറില്ല. കാരണം അത് ഭക്ഷിക്കാനുള്ളത് എപ്പോഴും നല്ല പാത്രങ്ങളിൽ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വിശുദ്ധമാണെന്ന് തോന്നുന്ന പാത്രങ്ങളിൽ നമ്മൾ വിളമ്പാറുള്ളത്. ഇല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശ്രേഷ്ഠമായിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്, അലസമായിട്ട് ഒരിടത്തും ഇടാറില്ല. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധനായ ദൈവം, പരമപരിശുദ്ധനായ ദൈവത്തിന് ഈ ഭൂമിയിൽ അവതരിക്കണമെങ്കിൽ ഈ ഭൂമി അശുദ്ധമാണ്. ഈ അശുദ്ധമായ ഭൂമിയിൽ അവതരിക്കണമെങ്കിൽ ദൈവത്തിന് നേരെ ഒരു സാധാരണ സ്ത്രീയിൽ ജനിക്കാൻ സാധിക്കില്ല. കാരണം ഒരു സാധാരണ സ്ത്രീയുടെ ഉദരത്തിൽ, ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിൽ രൂപം കൊള്ളണമെങ്കിൽ ആ മനുഷ്യ സ്ത്രീയിൽ നിന്ന് രക്തം സ്വീകരിക്കണം, ശരീരം സ്വീകരിക്കണം. ഈ ശിശുവിന് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനുമുള്ള ആ ഒരു അവസ്ഥ, അത് വെറും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ദൈവത്തിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ സ്വീകരിച്ചാൽ ദൈവമല്ലാതായി മാറും. എന്ന് വെച്ചാൽ പാപം നിറഞ്ഞ ശരീരത്തിൽ ജനിക്കുന്ന ക്രിസ്തുവിന് ഒരിക്കലും പരിശുദ്ധനാകാൻ സാധിക്കില്ല. പാപമില്ലാത്തടത്ത് വേണം ദൈവത്തിന് ജനിക്കുവാൻ. അതുകൊണ്ടാണ് അബ്രാഹത്തിലൂടെ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നും, അബ്രാഹം മുതൽ കർത്താവ് ഒരുക്കുകയാണ്, ഇസ്രായേൽ ജനത്തെ ഒരുക്കുകയാണ്. ദൈവം ഒരു ജനതയെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ്. ഈ ജനതയിൽ നിന്ന് ദൈവത്തിന് തന്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാനും ഈ ജനതയിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദാനം പുറപ്പെടുവിക്കുവാനും വേണ്ടി ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തു. അതിനുശേഷം ദാവീദിന്റെ ഗോത്രത്തെ തെരഞ്ഞെടുത്തു. ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണ് പരിശുദ്ധ മറിയവും യോസേഫ് പിതാവും ജനിക്കുന്നത്, ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഈ മറിയത്തിന്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ ഒത്തിരി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് വരിക. ജോവാക്കിം അന്ന ദമ്പതികൾക്കാണ് പരിശുദ്ധ ഈ മേരി ജനിക്കുന്നത്. ഈ ജോവാക്കിം അന്ന ദമ്പതികള് ആ ദമ്പതിയിൽ നിന്ന് എങ്ങനെ സ്വർഗത്തിലുള്ള ഒരവസ്ഥ ഭൂമിയിൽ ജനിക്കും?
ഞാൻ ചോദിക്കട്ടെ, സ്വർഗത്തിലുള്ള സ്ത്രീ അവൾ പരിശുദ്ധ തന്നെയാണ്. ഈ മറിയം സ്വർഗത്തിലുള്ള അവസ്ഥയാണ്. അന്നൊരു മനുഷ്യ സ്ത്രീ അല്ല, അന്ന് ക്രിസ്തുവിനെ അല്ലെങ്കിൽ വചനത്തെ വഹിക്കുന്ന പെട്ടകമാണ്. അങ്ങനെ നമുക്കങ്ങ് സങ്കല്പിക്കാം. ഇപ്പം ഞാൻ സ്വർഗത്തിൽ പോയി കണ്ടിട്ടൊന്നുമല്ല, അങ്ങനെ നമുക്കങ്ങ് സങ്കല്പിക്കാം. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സങ്കല്പിക്കാം. വചനത്തെ വഹിക്കുന്ന ഒരു പെട്ടകം. ഈ പെട്ടകമാണ് ഒരു മനുഷ്യ രൂപം എടുത്ത് ഇവിടെ വരേണ്ടത്. കാരണം ആ പെട്ടകത്തിൽ തന്നെ വേണം ക്രിസ്തുവിന് ജനിക്കാൻ. വേറെ ഒരു സാധാരണ സ്ത്രീയിൽ ജനിക്കാൻ സാധിക്കുകയല്ല ദൈവത്തിന്. കാരണം സാധാരണ സ്ത്രീ അവൾ പാപത്തിൽ ആണ് അവൾ ജനിക്കുന്നത് തന്നെ. അപ്പൊ പാപമില്ലാത്ത അവസ്ഥയിൽ വേണം ക്രിസ്തുവിന് ജനിക്കാൻ. ഒരു പാപത്തിന്റെ കണിക പോലും ഇല്ലാത്തടത്ത് വേണം ക്രിസ്തുവിന് ജനിക്കാൻ. അങ്ങനെയെങ്കിൽ എങ്ങനെ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു ഗർഭപാത്രം ലഭിക്കും? അങ്ങനെ വന്നപ്പോൾ ക്രിസ്തുവിനെ വഹിച്ചിരുന്ന പെട്ടകം, അതാണ് മറിയം എന്ന് പറയുന്ന അവസ്ഥ. ഈ മറിയത്തെ ആദ്യം മനുഷ്യ അവതാരം ചെയ്യണം. ഈ മറിയം മനുഷ്യ അവതാരം ചെയ്യണം. ആ മറിയം മനുഷ്യ അവതാരം ചെയ്യണമെങ്കിൽ മറിയവും പരിശുദ്ധയാണ്. ദൈവം പരമപരിശുദ്ധനാണെങ്കിൽ മറിയം പരിശുദ്ധയാണ്. കാരണം സ്വർഗത്തിലുള്ള വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് ഭൂമിയിൽ അവതരിക്കണമെങ്കിൽ ഇതേ പ്രശ്നം തന്നെയുണ്ട്. യേശുവിന്റെ അതേ പ്രശ്നം തന്നെയുണ്ട്. ഈശോ പരമപരിശുദ്ധനാണെങ്കിൽ മറിയം പരിശുദ്ധിയാണ്. ഈ പരിശുദ്ധ മറിയം ഒരു സാധാരണ സ്ത്രീയിൽ ജനിക്കണമെങ്കിൽ ആ സാധാരണ സ്ത്രീയിൽ നിന്ന് പരിശുദ്ധ മറിയം പരിശുദ്ധി അല്ലാണ്ടായി പോകും, അശുദ്ധിയിലേക്ക് വരും. അതുകൊണ്ട് ഈ മറിയം ജനിക്കുമ്പോൾ തന്നെ ജന്മപാപം ഇല്ലാതെ ജനിക്കണം. അപ്പോൾ ദൈവം അതിന് ക്രമീകരിച്ച ഒരു സംവിധാനമാണ് വിശുദ്ധരായ ദമ്പതികളെ തിരഞ്ഞെടുക്കുക. മറിയം ജനിച്ചതും ഈ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന്. ജവാക്കിം അന്ന ദമ്പതികൾ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവരാ. അപ്പൊ ഈ സ്വാഭാവികമായിട്ട് അവിടെ എൻ്റെ ഉള്ളിൽ ചോദ്യം വന്നു, ഈ ജവാക്കിൻ അന്ന ദമ്പതികള് അവര് മനുഷ്യരല്ലേ? അവരുടെ ഉള്ളിൽ അശുദ്ധി ഉണ്ടല്ലോ. അപ്പൊ ഈ അശുദ്ധി മറിയത്തിലേക്ക് പ്രവേശിക്കില്ല. അപ്പൊ മറിയം അശുദ്ധമായി മാറുകയല്ലേ? കാരണം ജന്മപാപം ഇല്ലാത്തവളാവണമെങ്കിൽ മറിയം ജനിക്കുമ്പോൾ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ പാപത്തിന്റെ കണി ഏൽക്കാൻ പാടില്ല. മാതാപിതാക്കൾ ഒരു പാപത്തിന്റെ ചെറിയ കണിക പോലും ഉണ്ടാകാൻ പാടില്ല. എങ്കിലേ ഈ മറിയവും ജന്മപാപം ഇല്ലാത്തവളായി മാറാൻ സാധിക്കുകയുള്ളൂ. ഈശോ ജനിച്ചതുപോലെയുള്ള ജനനം മറിയത്തിന് ഉണ്ടായാൽ മാത്രമേ മറിയത്തെ ജന്മപാപം ഇല്ലാത്തവളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു മനുഷ്യ സ്ത്രീയും പുരുഷനുമായ ആ വ്യക്തിയിൽ നിന്ന് മറിയത്തിന് ജനിക്കാൻ സാധിക്കും? ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നൊരു ബോധ്യമാണ്. ഞാൻ ജവാക്കിം അന്ന ദമ്പതികളുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പല ഭാഗങ്ങളും പല വീഡിയോകളും ഞാൻ അതിനെക്കുറിച്ച് കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാക്കി, ജവാക്കിം അന്ന ദമ്പതികളെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്നാൽ അവരൊരു വിശുദ്ധ ദമ്പതികളായിരുന്നു. അവർ വിവാഹത്തിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ, പ്രായമായപ്പോൾ, നമുക്കറിയാം പല ഭാഗങ്ങളിലും അബ്രാഹത്തിന് വാർദ്ധക്യത്തിലാണ് അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ ദൈവം കൊടുക്കുന്നത്. ദൈവം ഇസ്ഹാക്കിനെ നൽകി വാർദ്ധക്യത്തില്ല, ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. രണ്ടുപേരും പ്രായമായി, ഒരു തരത്തിലും മനുഷ്യന് ഒരു സാധ്യതയും ഇല്ല എന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ്, ഒരു കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയിലാണ് അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ജവാക്കിം അന്ന ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തത് വാർദ്ധക്യത്തിലാണ്. അവർക്ക് യാതൊരു പ്രതീക്ഷയില്ല, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവർ നിരാശയോടെ ജീവിക്കുമ്പോൾ അവര് ഉറച്ചൊരു തീരുമാനമെടുത്തു, നമുക്കൊരു കുഞ്ഞിനെ വേണം. അതിന് ജവാക്കിം ചെയ്തൊരു കാര്യം ഇതാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 ദിവസം മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട്, തീഷ്ണത കൊണ്ട് അവർ വിശുദ്ധരാകാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, വിശുദ്ധരെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ പാപത്തിന്റെ കറ കഴുകി കളഞ്ഞവരാണ് വിശുദ്ധര്. പാപത്തിന്റെ ഒരു കറയും ഇല്ലാതെ അശുദ്ധിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് അശുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്ക് കയറുന്നവരാണ് വിശുദ്ധര്. അതുകൊണ്ടാണ് സഭ അൽഫോൻസാമയെ പലരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. അവർക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും, അവർ സ്വർഗവുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ്. അവിടെ വിശുദ്ധരായാൽ മാത്രമേ ആ വിശുദ്ധിയിൽ നിന്ന് ഒരു പരിശുദ്ധന് ജന്മമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അന്ന ജവാക്കിം ദമ്പതികളെ വിശുദ്ധരാക്കാൻ ദൈവം തീരുമാനിച്ചു. അവരുടെ ഉള്ളിൽ ഒരു ചിന്ത കൊടുത്തു. എന്താണ്? 40 ദിവസം ജവാക്കിൻ മരുഭൂമിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തന്റെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം ഹനിച്ചുകൊണ്ട് ഒരു സ്വർഗീയ അവസ്ഥയിലേക്ക് ജവാക്കിൻ വളരാൻ തുടങ്ങി. ഒരു വിശുദ്ധനാകാൻ തീരുമാനിച്ചു. ആ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ജവാക്കിമിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ത്യാഗമെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും വിശുദ്ധിയിലായപ്പോൾ ദൈവം ദൂതനെ അയച്ച് അവർക്കൊരു സന്ദേശം നൽകി. ജവാക്കിമിനോട് പറഞ്ഞു, ഇതാ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു.
ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ നൽകും. അബ്രാഹത്തോട് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ സ്നാപയോഹന്നാൻ ജനിച്ചപ്പോൾ സക്രിയയോട് പറഞ്ഞ പോലെ, അവരും പ്രായം കഴിഞ്ഞവരായിരുന്നു. ദൈവം നേരിട്ട് കൊടുക്കുന്ന ചില കുഞ്ഞുങ്ങൾ, അതായത് മനുഷ്യൻ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യൻ നോക്കിയാൽ പിന്നെ ഇനി കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. നമുക്കറിയാം 10, 80, 90 വയസ്സായ പുരുഷനും സ്ത്രീയിൽ നിന്ന് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവത്തില്ല. 45 വയസ്സ്, 50 വയസ്സ് അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോഴത്തേനും ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള കഴിവ് ഒരു സ്ത്രീയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കും. എന്നാൽ ഇതാ വാർദ്ധക്യത്തിൽ വയസ്സും പ്രായമായി പടുകിളവിയായി കഴിഞ്ഞെന്നാലും ദൈവം, അതുകൊണ്ടാണ് അബ്രാഹത്തിന് കുഞ്ഞിനെ നൽകിയത്. ദൈവം ചിന്തിച്ചെന്നാൽ ദൈവം നേരിട്ട് കൊടുക്കാൻ സാധിക്കും. അവരുടെ ഉദരത്തിൽ ദൈവത്തിന് മക്കളെ കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെയാണ് ജോവാക്കിമിനും അന്നായിക്കും ദൈവം വാഗ്ദാനം ചെയ്തു, നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞിനെ നൽകും. ദൈവം നേരിട്ട് വാഗ്ദാനം ചെയ്ത, അല്ലെ മനുഷ്യന്റെ ഇച്ഛയിൽ നിന്നല്ല ആ കുഞ്ഞുണ്ടാകുന്നത്, മനുഷ്യന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തിൽ നിന്നല്ല ആ കുഞ്ഞുണ്ടാകുന്നത്. ഇവരുടെ ശരീരം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. ത്യാഗത്തിലൂടെ സഹനങ്ങളിലൂടെയും ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ആ ശരീരത്തെ ദൈവം എടുത്തു. വിശുദ്ധ ശരീരത്തെ, വിശുദ്ധമായ ആ 2 ശരീരങ്ങളെ ദൈവം എടുത്ത് അതിലേക്ക് പരിശുദ്ധിയായ മറിയത്തെ അവരുടെ ഉള്ളിലേക്ക്, ഉദരത്തിലേക്ക് നൽകി. അപ്പോൾ വിശുദ്ധരായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പരിശുദ്ധി വന്ന് നിറയുമ്പോൾ ഇതാ അവിടെ ഒരു അശുദ്ധിയുടെയും മേഖല കടന്നു വരികയില്ല. അങ്ങനെ അന്ന ജോവാക്കിം ദമ്പതികൾ വിശുദ്ധിയോടുകൂടി ജീവിച്ച് ആ ജന്മപാപമില്ലാത്തവളായി പരിശുദ്ധ മറിയത്തിന് ജന്മം നൽകി. അങ്ങനെയാണ് മറിയം ജന്മപാപമില്ലാത്തവളായി ഈ ഭൂമിയിൽ അവതരിച്ചത്. അപ്പോൾ മറിയം അവതരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധിയിൽ നിന്നുണ്ടായ കുഞ്ഞ് അത് പരിശുദ്ധി തന്നെയാണ്. സ്വർഗത്തിലുള്ള പരിശുദ്ധി ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഈ പരിശുദ്ധിയിലാണ് ഇനി പരമപരിശുദ്ധൻ ജന്മമെടുക്കേണ്ടത്, ദൈവം ജന്മമെടുക്കേണ്ടത്. വിശുദ്ധിയിലും പോലും ദൈവത്തിന് ജന്മമെടുക്കാൻ സാധിക്കില്ല, വിശുദ്ധിയിൽ പോലും ദൈവത്തിന് ജീവിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ വിശുദ്ധിയിൽ വന്നതിന് ശേഷം നമ്മളെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്ത് നമ്മൾ സ്വർഗത്തോടു കൂടി ജീവിക്കേണ്ടവരാ. അല്ലാണ്ട് വിശുദ്ധരായവരുടെ കൂടെ ദൈവം വന്ന് താമസിക്കുകയല്ല, മറിച്ച് നമ്മൾ വിശുദ്ധരായി കഴിയുമ്പോൾ നമ്മളെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലുള്ള പല വ്യക്തികളെയും വിശുദ്ധരായി ജീവിച്ചിരുന്നവരെ നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. എലിയ പ്രവാചകനൊക്കെ മുകളിലേക്ക് എടുക്കപ്പെട്ടു, പല വ്യക്തികളും മുകളിലേക്ക് എടുക്കപ്പെട്ടു, അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധരെ പരിശുദ്ധിയിലേക്ക് ദൈവം എടുക്കും. അപ്പോൾ ഈ വിശുദ്ധരായ അന്ന ജോവാക്കിം ദമ്പതികളിലേക്ക് ഒരു പരിശുദ്ധയായ മറിയത്തെ, അല്ലെങ്കിൽ പരിശുദ്ധ അവസ്ഥയ്ക്ക് ജന്മം നൽകിയപ്പോൾ ഈ പരിശുദ്ധിയിലേക്കാണ് ദൈവം വന്ന് നിറഞ്ഞത്. അതിനുശേഷം പരിശുദ്ധ മറിയം, നമ്മൾ അതുകൊണ്ടാണ് സഭയിൽ പരിശുദ്ധ മറിയം എന്ന മറിയത്തെ വിശേഷിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ മറിയത്തില് ദൈവം വന്ന് ജനിക്കുന്നു. പരിശുദ്ധനായ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോൾ അത് പരിശുദ്ധനായ ദൈവമായി, ആ പരിശുദ്ധനായ ക്രിസ്തു. അതുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് മാലാഖ പറയുന്നതും, ഈശോയെക്കുറിച്ച് തിരുവചനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് അവന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധൻ, പിതാവായ ദൈവത്തിന്റെ പുത്രൻ, അതായത് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് അവൻ വിളിക്കപ്പെടും. അപ്പൊ പിതാവായ ദൈവം ആരാണ്? പരമ പരിശുദ്ധൻ. ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശു പരിശുദ്ധനാണെങ്കിൽ ഇതാ യേശുവിന്റെ പിതാവ് പരമ പരിശുദ്ധനാണ്. അങ്ങനെ ക്രിസ്തുവിന് ജന്മം നൽകിയ ഈ മറിയം, സ്വർഗത്തിലുണ്ടായിരുന്ന യേശുവിനെ വഹിച്ചുകൊണ്ടിരുന്ന പേടകം, അത് ഭൂമിയിൽ വന്ന് മനുഷ്യരൂപമെടുത്ത് ഇതാ യേശു ക്രിസ്തു എങ്ങനെ ജനിച്ചോ, ജന്മപാപമില്ലാതെ പരിശുദ്ധ മറിയം ഒരു വിശുദ്ധരുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചതുപോലെ ആ മറിയത്തിൽ നിന്ന്, വിശുദ്ധിയുടെ ആ പാത്രത്തിൽ നിന്ന്, വിശുദ്ധിയുടെ പെട്ടകത്തിൽ നിന്ന് ക്രിസ്തു ജന്മമെടുത്തു, പരിശുദ്ധൻ ജന്മമെടുത്തു. ഒരു പാപത്തിന്റെ കണിക പോലും ഇല്ലാത്ത പരിശുദ്ധ മറിയത്തിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ നമ്മൾ പരിശുദ്ധ മറിയത്തെ വെറും ഒരു സ്ത്രീയായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ, അതൊരു യേശോയ്ക്ക് ജന്മം കൊടുത്തൊരു സാധാരണ സ്ത്രീ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധി എവിടെ പോകും? അങ്ങനെയെങ്കിൽ ദൈവം, ക്രിസ്തു എന്ന് പറയുന്നത് ജന്മപാപത്തോടുകൂടി ജനിച്ച വ്യക്തിയായി പോകില്ലേ? ഈ പെന്തക്കോസ്തുകാർ, ഇല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ അനേകം വ്യക്തികൾ, അവർ പറയുന്നുണ്ട് മറിയത്തെ വെറും ഒരു സ്ത്രീയായിട്ട് കണ്ടാൽ മതി, ഈശോയുടെ അമ്മയാണ്, അല്ലാണ്ട് അവൾ പരിശുദ്ധിയല്ല, പരിശുദ്ധൻ ദൈവം മാത്രമാണ്. അതെ, പരിശുദ്ധൻ ദൈവമാണ്, പക്ഷെ സ്വർഗത്തിലുള്ളവരെല്ലാവരും പരിശുദ്ധരാ, മാലാഖമാര് പരിശുദ്ധരാ. അതുകൊണ്ട് യേശുവിനെ വചനം വഹിച്ചിരുന്ന പെട്ടകവും അവളും പരിശുദ്ധിയാണ്. ആ പരിശുദ്ധ തന്നെയാണ് ഭൂമിയിൽ അവതരിച്ചെങ്കിൽ ഈ പരിശുദ്ധയെ നമ്മൾ വെറും സ്ത്രീയായിട്ട് മാറ്റി കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും
പരിശുദ്ധനല്ല എന്നവർ പ്രഖ്യാപിക്കുക. കർത്താവായ യേശു ക്രിസ്തുവും ദൈവമല്ല എന്നവർ അറിയാതെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ കുഴപ്പമല്ല. അവരെ വഴിതെറ്റിച്ച അവരുടെ അധികാരികൾ, അവരെ വഴിതെറ്റിച്ച തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ വഴിതെറ്റിച്ച അവരുടെ മുൻ അധികാരികളാണ് ഇതിന് ഉത്തരവാദി. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ബന്ധുക്കോസുകാരോ പ്രൊട്ടസ്റ്റന്റുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ മറിയത്തെ പരിശുദ്ധിയല്ല എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ തന്നെയാണ് പരിശുദ്ധനല്ല എന്ന് നിങ്ങൾ പറയുക. മറിയം പരിശുദ്ധി അല്ലെങ്കിൽ ക്രിസ്തുവിന് ഒരു പരിശുദ്ധനായിട്ട് ഈ ഭൂമിയിൽ ജനിക്കാൻ സാധിക്കില്ല. മറിയൻ സാധാരണ സ്ത്രീയാണെങ്കിൽ യേശു ക്രിസ്തുവും ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജന്മമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ദൈവത്വം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നിങ്ങൾ മനഃപൂർവ്വമല്ല, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച നിങ്ങളുടെ പൂർവികരാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട പല പൂർവികരും പ്രൊട്ടസ്റ്റന്റ് സഭ സ്ഥാപിച്ച അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭ സ്ഥാപിച്ച സമൂഹവും അതിലുള്ള അനേകം വ്യക്തികളും ഈ തെറ്റ് തിരിച്ചറിഞ്ഞ് അവർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ സഭയിൽ മാത്രമേ ക്രിസ്തുവിനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, ക്രിസ്തുവിന്റെ ശരീരവും രക്തത്തോടും ഒന്നു ചേരാൻ പറ്റുള്ളൂ, രക്ഷ കത്തോലിക്ക സഭയിലേ ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കി അവർ യഥാർത്ഥ സഭയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ യഥാർത്ഥ സഭയിലേക്ക് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അവർ മൂലം വഴിതെറ്റിപ്പോയ അനേകം പേര് ഇന്നും മറിയത്തെ പരിശുദ്ധിയല്ല, മൊട്ടത്തൊണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ വെറും സ്ത്രീയാണ്, നിങ്ങൾ അവരെ പരിശുദ്ധി എന്ന് കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെയാണ് അപമാനിക്കുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും. അതുകൊണ്ട് ചിന്തിക്കുക, മറിയം പരിശുദ്ധ തന്നെ. മറിയത്തിന്റെ ജന്മം ഇപ്രകാരമായിരുന്നു. ജവാക്കിം അന്ന ദമ്പതികളുടെ വിശുദ്ധരായ ദമ്പതികളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മക്കളുണ്ടാവില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ദൈവം അവിടെ പ്രവർത്തിച്ച് അവിടെ വിശുദ്ധിയോടെ ഇരുന്ന ഗർഭപാത്രത്തിലേക്ക് പരിശുദ്ധമായ മറിയത്തെ നൽകിക്കൊണ്ട് ആ പരിശുദ്ധിയിൽ നിന്ന് ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ദൈവം ഒരു തലമുറ തന്നെ ഒരുക്കി, ദാവീദിന്റെ ഗോത്രം തന്നെ ഒരുക്കി. അത് രണ്ട് വഴികളിലൂടെ ദാവീദിന്റെ ഗോത്രം വരുന്നു. ഒന്ന് യൗസേപ്പ് എന്ന വഴിയിലൂടെ, രണ്ട് ജവാക്കി അന്ന മറിയം എന്ന വഴിയിലൂടെ. യൗസേപ്പും ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണ്, മറിയമും ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ആ ഒരു പരിശുദ്ധിയിലേക്ക്, ഒരു പരിശുദ്ധന്റെ ജന്മത്തിലേക്കാണ് മറിയത്തിലൂടെ ദൈവം ഒരുക്കിക്കൊണ്ടുവന്ന്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ 8 നമ്മൾ മറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ മറിയത്തെ പരിശുദ്ധ മറിയമേ എന്ന് തന്നെ നമ്മൾ വിളിച്ച് മറിയത്തെ ബഹുമാനിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ പരിശുദ്ധ മറിയത്തിലൂടെ ജന്മമെടുത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിന്റെ ഒരു ബാക്കി ഭാഗം കൂടെ ഞാൻ ഇപ്പൊ ഇത്ര സമയമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിശുദ്ധ മറിയത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ ഇറക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കാണുക. ഇതിന്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത ഭാഗം കൂടെ നിങ്ങൾ കണ്ടെന്നാലേ ഈ മറിയത്തെ നമുക്ക് കൂടുതൽ പരിശുദ്ധ മറിയമേ എന്ന് ഉദ്ഘോഷിക്കാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും സഭയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് ഈ ജപമാല ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ അതിലൂടെ അതൊരു വിഗ്രഹാരാധനയാണോ? അല്ലെങ്കിൽ അതിലൂടെ ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് എന്താണ് മേന്മ? ഇതിനെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത ഭാഗം കൂടെ കണ്ടെന്നാൽ മാത്രമേ അത് പൂർണ്ണമാവുള്ളൂ. അടുത്ത ഭാഗം കൊണ്ട് അത് തീരുമെന്ന് എനിക്കറിയില്ല, തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്കിലും നിങ്ങളത് മറന്നു പോകാണ്ടിട്ട് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവർക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയെന്നാൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അടുത്ത ഭാഗവും യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അവളുടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറിയം വെറും ഒരു സ്ത്രീയല്ല. മറിയം ചുമ്മാ ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് ജനിച്ച ഒരു സാധാരണ സ്ത്രീയല്ല. അവൾ സ്വർഗത്തിലുള്ളവളായിരുന്നു, അവൾ പരിശുദ്ധിയായിരുന്നു. ആ പരിശുദ്ധ മറിയത്തെ ഭൂമിയിലേക്ക് അയച്ചത് പരിശുദ്ധനായവന് ജന്മം നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോ പരിശുദ്ധനാണെങ്കിൽ, പിതാവായ ദൈവം പരമപരിശുദ്ധനാണെങ്കിൽ, യേശുവിനെ പോലെ പരിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തുവിലൂടെ, ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ നമ്മളും പരിശുദ്ധരായി തീരും. നമ്മൾ വിശുദ്ധിയിലേക്ക് തന്നെയല്ല, വിശുദ്ധി കൊണ്ട് നിൽക്കാനുള്ളവരല്ല നമ്മൾ. വിശുദ്ധി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നേടിയെടുക്കേണ്ടതാണ്.
ഈ ഭൂമിയിൽ നമ്മൾ നേടിയെടുക്കേണ്ട അവസ്ഥയാണ് വിശുദ്ധി. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധരായിരിക്കണം. ഈ പരിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ വീണ്ടും ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ശുദ്ധീകരിച്ച് നമ്മൾ സ്വർണം കൂടുതൽ വെണ്മയുള്ളതാക്കുന്ന പോലെ ശുദ്ധീകരണ സ്ഥലത്തിൽ ശുദ്ധീകരിച്ച് നമ്മൾ പരിശുദ്ധിയിലേക്ക് വളരും. അങ്ങനെ യേശു എങ്ങനെയായിരിക്കുന്നു അത് വചനം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. യേശു എങ്ങനെയായിരിക്കുന്നോ, സ്വർഗത്തിൽ എങ്ങനെ ഈശോ ആയിരിക്കുന്നോ, അതുപോലെ തന്നെ നമ്മളും യേശുവിനോട് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും. യേശു പിതാവായ ദൈവത്തിന്റെ മകനായിരിക്കുന്ന പോലെ നമ്മളും സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായിത്തീരും സ്വർഗത്തില്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ഞാൻ സമയം കൂടിയെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ അതിന്റെ ബാക്കി ഭാഗം കേൾക്കുവാൻ മടിക്കരുത്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സംശയങ്ങളോ തിരുത്തലുകളോ ഇപ്പൊ എൻ്റെ ഉള്ളിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ ബൈബിളിലൂടെ പരതിയപ്പോൾ എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. കാരണം ഞാൻ പൂർണ്ണനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു തിയോളജിയോ ഫിലോസഫിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത്യാവശ്യം 6 മാസം ബൈബിൾ കോഴ്സിൽ സംബന്ധിച്ചു. അത് അവിടെ പഠിച്ച കാര്യങ്ങളൊന്നും ഒരു വിശ്വാസത്തിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചില്ല. കുറേ പാരമ്പര്യങ്ങളും ബൈബിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തയിൽ തന്നു. ആ ചിന്തയിൽ തന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ധ്യാനിച്ച് ബൈബിളിൽ പരിധി നോക്കിയപ്പോൾ കിട്ടിയ കാര്യങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിടത്ത് ഞാൻ കേട്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കത് ചൂണ്ടിക്കാണിച്ച് തരിക. ഇത് കാണുന്ന അനേകം ബൈബിൾ പഠിച്ച വ്യക്തികളൊക്കെ തെറ്റുണ്ട് കാണിച്ചു തരിക. എനിക്കിപ്പോഴും ബോധ്യമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവും അതുപോലെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ അത് എനിക്ക് തിരുത്തി തരാൻ നിങ്ങൾ പരിശ്രമിക്കുക. അത് നമുക്ക് സംസാരിക്കുമ്പോൾ ആരുടെ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷ ഞാൻ നിർത്തുകയാണ്. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ. അമ്മയോട് ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ മറിയത്തെ പരിശുദ്ധ മറിയമേ എന്ന് വിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗബ്രിയേൽ മാലാഖ വിളിച്ചതുപോലെ നന്മ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ